ഹായ്, നമസ്കാരം. എത്യോപ്യൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എത്യോപ്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലിനെയാണ്. ടിംകറ്റ് ഫെസ്റ്റിവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യേശുക്രിസ്തു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏറ്റതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ആഘോഷമാണ് ടിംകറ്റ് ഫെസ്റ്റിവൽ. ഇവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ വർഷവും ജനുവരി മാസം 18-ാം തീയതിയാണ് ഇത് ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ദിവസത്തെ ആഘോഷമാണ്. 18, 19, 20 ഈ 3 തീയതികളിലായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ 2-ാം ദിവസമാണ്, അതായത് ജനുവരി 19-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജനുവരി 19-ാം തീയതി എത്യോപ്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ ഫെസ്റ്റിവൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസ്, അതുപോലെ ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ ഇതൊക്കെയാണ് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവലുകൾ. എന്നാൽ എത്യോപ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീജിയസ് സെറിമണി എന്ന് പറയുന്നത് ഈ ടിംകറ്റ് ഫെസ്റ്റിവലാണ്. യുനെസ്കോ എന്ന് പറയുന്ന സംഘടന ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള ഒരു വിശേഷണം കൊടുത്ത് അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് എത്യോപ്യയിലെ ടിംകറ്റ് ഫെസ്റ്റിവൽ. എത്യോപ്യയിൽ മാത്രമല്ല, മുമ്പ് എത്യോപ്യയുടെ ഭാഗമായിരുന്ന സെപ്പറേറ്റ് ആയിരിക്കുന്ന എറിട്രിയ എന്ന് പറയുന്ന രാജ്യത്തും ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എത്യോപ്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന, അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് യുനെസ്കോ വരെ അംഗീകാരം കൊടുത്തിട്ടുള്ള ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർ ഒന്ന് അറിയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന നദീതീരത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. റോഡിൽ തോരണങ്ങളൊക്കെ വലിച്ചു കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ഈ വഴിക്ക് ഗതാഗതമെല്ലാം നിർത്തിവെക്കും. കാരണം ഇതുവഴിയാണ് പെട്ടകം ചുമന്നുകൊണ്ടുള്ള ഘോഷയാത്ര വരുന്നത്. ഇനി അല്പദൂരം കാൽനടയാത്രയാണ്. ഈ കാണുന്ന ജനങ്ങളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് 3 ദിവസത്തെ ആഘോഷമാണ്. 1-ാം ദിവസത്തെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത് 2-ാം ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ് വിശ്വാസികളും പുരോഹിതന്മാരും ചേർന്ന് അവരുടെ പള്ളിയിൽ നിന്ന് ആർക്ക് അഥവാ പെട്ടകം ചുമന്നുകൊണ്ട് ജാഥയായി ഈ നദീതീരത്തെത്തുന്നത്. അന്ന് രാത്രി മുഴുവൻ അവിടെ ചെലവഴിച്ച ശേഷം വെളുപ്പിന് വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും അല്പമൊന്ന് വിശ്രമിച്ച ശേഷം ഉച്ചയോടെ വീണ്ടും നദീതീരത്ത് ഒത്തുകൂടി പെട്ടകം അവിടെ നിന്ന് എടുത്ത് അവരുടെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഈ 2-ാം ദിവസമാണ് ടിംകറ്റ് ഫെസ്റ്റിവലിൻ്റെ പ്രധാന ആകർഷണം. വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ഈ പെട്ടകം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് ഇവർ നടത്തുന്നത്. പെട്ടകം കൊണ്ടുപോകുന്നതിനുള്ള പാത റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ സഹകരിക്കുന്നുണ്ട്. പരമ്പരാഗത ശൈലിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് ഈ വഴിയാണ് ആളുകൾ പുഴക്കരയിലേക്ക് പോകുന്നത്. ഘോഷയാത്രയുടെ മുൻപിൽ സഞ്ചരിക്കേണ്ട കുരിശിൻ്റെ ഒരു വലിയ മോഡൽ റോഡിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. കുട്ടികളും മുതിർന്നവരുമൊക്കെ അവരുടെ ട്രഡീഷണൽ സ്റ്റൈൽ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഈ ഒരു മണ്ഡപത്തിനകത്താണ് നിൽക്കുക. ഉരുട്ടി നീക്കുവാൻ കഴിയുന്ന തരത്തിൽ ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ച ഒരു സജ്ജീകരണമാണിത്. യേശുവിനെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്നതിൻ്റെ ഒരു ചിത്രവും ഇതിൽ കാണാം. കുറച്ച് ചെറുപ്പക്കാർ ഇതിനകത്ത് നിന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പുഴക്കരയിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു.
പെരുന്നാളിനൊക്കെ കാണുന്നത് പോലെ ചെറുകിട കച്ചവടക്കാരും വഴിയരികിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കറിയാം, ബൈബിളിൽ യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ആർക്ക് ഓഫ് കവനൻറ്റ്. അപ്പോൾ ഈ ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ ഒരു മോഡൽ, ചെറിയ മോഡൽ എല്ലാ പള്ളികളുടെയും അൾത്താരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഒന്നാം ദിവസം ആ ചർച്ചിലെ പുരോഹിതന്മാരും വിശ്വാസികളും ചേർന്ന് ഈ ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ മോഡൽ ചുമന്നുകൊണ്ട് ഒരു റാലിയായി ഇവിടെ സമീപത്തുള്ള ഒരു പുഴക്കരയിലേക്ക് പോകും. രണ്ടാം ദിവസമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. അത് ചില പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആർക്ക് ഓഫ് കവനൻറ്റ് എടുത്തുകൊണ്ട് തിരിച്ച് കൊണ്ടുപോയി അവരുടെ പള്ളികളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പുഴക്കരയിലുള്ള വിശാലമായൊരു സ്ഥലത്ത് നമ്മൾ എത്തി. ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ആർക്ക് പുറപ്പെടുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ആളുകളുടെ ഒഴുക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ സ്ഥലത്താണ് ഇന്നലെ രാത്രി മുഴുവൻ ഇവർ കഴിച്ചു കൂട്ടിയത്. ഈ കൊടും തണുപ്പിൽ എങ്ങനെയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് അതിശയം തോന്നിയത്. ഇതാണ് നിങ്ങൾ കാത്തിരുന്ന ആ വലിയ പുഴ. ഇപ്പോഴത്തെ അവസ്ഥ ശോചനീയമാണെങ്കിലും മഴക്കാലത്ത് ഒരുപാട് വെള്ളം നിറയുന്ന ഒരു പുഴയാണിത്. കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങി കൈയും കാലുമൊക്കെ കഴുകുന്നുണ്ട്. എത്തിച്ചേർന്ന ആളുകളൊക്കെ വഴിയോരത്ത് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു. കുറേ പേർ ഘോഷയാത്ര പുറപ്പെടുമ്പോൾ കൂടെ ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഉത്സവ പറമ്പുകളിലെ പോലെ കുട്ടികളൊക്കെ പീപ്പി ഊതിയും കളിപ്പാട്ടങ്ങൾ വാങ്ങിയും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. Just a minute. അല്പസമയത്തിനകം പെട്ടകം പുറപ്പെടും. അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഘോഷയാത്രയ്ക്കുള്ള പാത ഒരുക്കുകയാണ് ഈ ചെറുപ്പക്കാർ. അങ്ങനെ ആർക്ക് ചുമന്നുകൊണ്ടുള്ള കാൽനടജാഥ നദീതീരത്ത് നിന്ന് പുറപ്പെട്ടു. മുന്നിൽ വാദ്യമേളക്കാർ, അതിനു പുറകിൽ പുരോഹിതന്മാരുടെ ഒരു കൂട്ടം, അതിന് പിന്നിലായി പെട്ടകം തലയിൽ ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ. അവരെ അനുഗമിച്ചുകൊണ്ട് വിശ്വാസികളുടെ വലിയൊരു കൂട്ടം തന്നെയുണ്ട്. പാട്ടും നൃത്തവും ഒക്കെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് കസവ് സാരി അല്ലേ? അതുപോലെ തന്നെ വെള്ളത്തുണിയിൽ ഗോൾഡൻ ബോർഡറൊക്കെ പിടിപ്പിച്ച ഒരു വസ്ത്രമാണ് എത്യോപ്യയിലെ ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് സാരി ആണെങ്കിൽ ഇവിടെ ഒരു ഉടുപ്പ് പോലെയാണെന്ന് മാത്രം. പിന്നെ കസവ് ഗോൾഡൻ തന്നെ ആവണമെന്നില്ല, പല വ്യത്യസ്ത നിറത്തിലുള്ള ബോർഡർ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പുഴക്കരയിൽ നിന്ന് ആളുകൾ പൂർണ്ണമായും ഒഴിവായി തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡിലേക്കാണ് ഇനി പോകുന്നത്. പ്രധാന പാതയിൽ നമ്മൾ എത്തി. റോഡിന് ഇരുവശവും ആളുകൾ നിരന്നു കഴിഞ്ഞു. ഘോഷയാത്ര മുന്നോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായിട്ടുണ്ട്. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തപ്പ്, കിന്നരം, കാഹളം തുടങ്ങിയവയൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പെട്ടകത്തിന് മുന്നിലായി വാദ്യമേളക്കാരുടെ ഒരു സംഘം തന്നെയുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിൽ യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പോകുന്ന ഭാഗങ്ങളിലൊക്കെ അതിനു മുൻപിലായി ഇതുപോലെ വാദ്യമേളക്കാർ അല്ലെങ്കിൽ കാഹളം ഊതുന്നവർ ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് വായിക്കുന്നുണ്ട്. ഏതാണ്ട് അതേ രീതിയിലാണ് ഇവരും ഈ ചടങ്ങുകൾ നടത്തുന്നത്. കാഹളമൂതിക്കൊണ്ട് യാത്ര ആരംഭിച്ചു. പെട്ടകം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് കുറച്ച് ചെറുപ്പക്കാർ പിന്നിൽ നിന്ന് റെഡ് കാർപ്പറ്റ് റോൾ ചെയ്ത് അവരുടെ ചുമലിലെടുത്തുകൊണ്ട് മുന്നിൽ കൊണ്ടുവന്ന് വിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ യാത്ര തീരുന്നത് വരെ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്ത്രീകൾ ഈ കാർപ്പറ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ സംഗീതോപകരണത്തിൻ്റെ പേരാണ് കിന്നരം. ബൈബിളിൽ ദാവീദ് രാജാവ് കിന്നര വായനയിൽ നിപുണനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിറ്റാറിൻ്റെ ഒരു ഏൻഷ്യൻ്റ് വേർഷനാണിത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ് ഈ ചലിക്കുന്ന മണ്ഡപത്തിനകത്ത്. ഇതടുത്തെത്തുമ്പോൾ സ്ത്രീകൾ കുരവയിടുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം.
ഈ ദൃശ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളൊരു മല കാണുന്നില്ലേ? അവിടെ ഒരു പള്ളിയുണ്ട്. നാളെ, അതായത് തിംകട്ട് ഫെസ്റ്റിവലിൻ്റെ 3-ാം ദിവസം നദീതീരത്ത് നിന്ന് പെട്ടകം ചുമന്നുകൊണ്ട് ആ പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ മറക്കണ്ട കേട്ടോ. യേശുക്രിസ്തു യോർദാൻ നദിയിൽ വന്ന് സ്നാനമേൽക്കുകയും തിരിച്ചു പോകുകയും ചെയ്തതിന് പ്രതീകാത്മകമായിട്ടാണ് ഇവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗം ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തുന്നത്. തിംകട്ട് ഫെസ്റ്റിവൽ എന്നും എപ്പിഫാനി സെറിമണി എന്നുമൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. എത്യോപ്യയുടെ സാംസ്കാരിക തനിമയും പൈതൃകവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ആഘോഷമായതുകൊണ്ടാണ് യുനെസ്കോ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ തിംകട്ട് ഫെസ്റ്റിവലിന് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന അംഗീകാരം കൊടുത്തിരിക്കുന്നത്. മഹത്തായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ ആചാരങ്ങൾക്ക് യുനെസ്കോ കൊടുക്കുന്ന അംഗീകാരമാണിത്. ബാലെഗോബ എന്ന സിറ്റിയുടെ നടുക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും അവരോടൊപ്പം വിശ്വാസികളും അവരവരുടെ പള്ളികളിലേക്കും അവിടെ നിന്ന് തുടർന്ന് അവരുടെ വീടുകളിലേക്കും മടങ്ങിപ്പോകും. നാളെ ഉച്ചയോടുകൂടി വീണ്ടും എല്ലാവരും നദീതീരത്ത് വന്നു കൂടുകയും അവിടെ നിന്ന് മലമുകളിലെ പള്ളിയിലേക്ക് പെട്ടകം കൊണ്ടുപോവുകയും ചെയ്യും. അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. എത്യോപ്യയുടെ കൾച്ചറിനെ പറ്റിയും സാംസ്കാരിക പൈതൃകത്തെ പറ്റിയും ഒക്കെ നാം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തിംകട്ട് ഫെസ്റ്റിവൽ. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.